ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ തന്റേതായ പ്രകടന മികവ് ആവർത്തിച്ച മലയാളി താരം സഞ്ജു സാംസൺ ഇനി ടീം ഇന്ത്യയുടെ സ്ഥിര സാന്നിധ്യമാകുമോ എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. അസാമാന്യ പ്രകടനത്തിലൂടെ T20 ക്രിക്കറ്റിലെ പ്രധാന വിക്കറ്റ് കീപ്പർ ഓപ്പണിംഗ് റോൾ ബാറ്ററുടെ സ്ഥാനം സഞ്ജു ഉറപ്പിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയിലെ അവസാന മത്സരത്തിലും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പരമ്പരയിലെ ആദ്യവും അവസാനത്തേതും മത്സരത്തിൽ സെഞ്ചുറി നേടിക്കൊണ്ടാണ് സഞ്ജു റെക്കോർഡ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ T20 സെഞ്ചുറികൾ നേടിയ താരമെന്നുള്ള റെക്കോർഡും ഇപ്പോൾ സഞ്ജുവിന്റെ പേരിലാണ്. എന്നാൽ സഞ്ജു വീണ്ടും ഓപ്പണർ റോളിൽ തന്നെ T20യിൽ തുടരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് അടുത്തതായി ഉയരുന്നത്. വരും മത്സരങ്ങളിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസന്റെ സ്ഥാനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ T20 ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ്. ദക്ഷിണാഫ്രിക്കൻ പരമ്പരയ്ക്ക് ശേഷമാണ് ടീമിലെ സഞ്ജുവിന്റെ സാധ്യതകളെപ്പറ്റി സൂര്യകുമാർ യാദവ് തുറന്നു പറഞ്ഞത്. നിലവിൽ വിജയത്തെക്കുറിച്ച് മാത്രമാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് എന്നും ഭാവിയിലെ ഇന്ത്യൻ ടീമിന്റെ കോമ്പിനേഷനുകളെക്കുറിച്ച് പിന്നീട് ചിന്തിക്കുമെന്നുമാണ് സൂര്യ ആദ്യം പറഞ്ഞത്. T20 ഫോർമാറ്റിൽ സഞ്ജു ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗിൽ തുടരുമോ എന്നുള്ള ചോദ്യത്തിന് അത് സെലക്ടർമാരും BCCയും തീരുമാനിക്കേണ്ട കാര്യമാണെന്നും സൂര്യ മറുപടി പറയുന്നുണ്ട്. ടീം കോമ്പിനേഷനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഒരു വലിയ ചർച്ച തന്നെ ആവശ്യമായുണ്ട്. എല്ലാ പൊസിഷനുകളിലും ഒന്നിനൊന്നും മികച്ച താരങ്ങൾ തന്നെയാണ് ഇപ്പോൾ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൽ നിന്ന് ആരെ ഒഴിവാക്കണമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും ബുദ്ധിമുട്ടേറുന്ന കാര്യമാണ്. തങ്ങളെ സംബന്ധിച്ച് ഏറ്റവും തലവേദന സൃഷ്ടിക്കുന്ന ഒരു കാര്യവും ഇനിയുള്ള ടീം സെലക്ഷൻ ആയിരിക്കുമെന്നുമാണ് സൂര്യ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിലവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് വേണ്ടി ഇന്ത്യൻ സീനിയർ താരങ്ങൾ പങ്കെടുക്കുന്നതിലാണ് ജയ്സ്വാൾ ഗിൽ താരങ്ങൾ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പരയിൽ നിന്നും മാറിയത്. എന്നാൽ ലഭിച്ച അവസരത്തിൽ മികച്ച പ്രകടനത്തിലൂടെ സഞ്ജു സാംസൺ തന്റെ വരവറിയിച്ചതോടുകൂടി ഇന്ത്യൻ ടീമിന്റെ ഓപ്പണിംഗ് സ്ലോട്ടുകളിലേക്കുള്ള സെലക്ഷൻ തീർച്ചയായിട്ടും തലവേദനയായി മാറിയിട്ടുണ്ട്. ഗില്ലും ജയ്സ്വാളും ടീമിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സഞ്ജുവിന് വീണ്ടും പഴയ ഫിനിഷർ റോൾ ടീം നൽകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇനി ടീം ഇന്ത്യക്ക് വേണ്ടി ഓപ്പൺ ചെയ്യേണ്ട ആ രണ്ട് താരങ്ങൾ ആരൊക്കെയാണ്? സഞ്ജു ജയ്സ്വാൾ സഖ്യത്തിന്റെ ഓപ്പണിംഗ് കോംബോയെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ അവസാനിക്കുന്നു. ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.